വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു. SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കുള്ള മികവ് വിദ്യാഭ്യാസ അവാർഡുകളാണ് വിതരണം ചെയ്തത്. മത്സ്യഫെഡ് ജില്ലാ ഓഫീസ് നീണ്ടകരയിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. മത്സ്യഫെഡ് ജില്ലാ ഓഫീസാണ് നീണ്ടകരയിൽ മികവ് 2025 എന്ന പേരിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം സംഘടിപ്പിച്ചത്. SSLC +2 പരീക്ഷയിൽ മികച്ച വിജയം നേടിയ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കാണ് അവാർഡുകൾ സമ്മാനിച്ചത്. മന്ത്രി KN ബാലഗോപാൽ പുരസ്കാര വിതരണം ഉദ്ഘാടനം ചെയ്തു. ലോകത്തോട് കിടപിടിക്കുന്ന കേരളത്തിന്റെ അനന്ത സാധ്യതകൾ പുതിയ തലമുറ ഏറ്റെടുക്കണമെന്ന് മന്ത്രി പറഞ്ഞു. ആധുനിക സൗകര്യങ്ങൾ കേരളത്തിൽ ഇന്ന് ഏറെയാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. പഠിക്കുന്നത് അക്കാഡമിക് മാർക്ക് മാത്രമല്ല ഒരാളുടെ വ്യക്തിത്വം. അക്കാഡമിക് മാർക്കിനൊപ്പം സമൂഹത്തിൽ നല്ലതുപോലെ ഇടപെടാനും പ്രവർത്തിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനും കഴിയുന്നൊരു മാനസികാവസ്ഥ ഉണ്ടാവുന്നതാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ കാര്യം മാത്രം നോക്കി മുന്നോട്ട് പോകുന്നത് മാത്രമല്ല നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമെന്ന് നിങ്ങൾക്കറിയാം. ലോകത്ത് ധാരാളം കണ്ടുപിടുത്തങ്ങളുണ്ട്. കണ്ടുപിടുത്തങ്ങളിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നതും ഓർമ്മിക്കപ്പെടുന്നതും സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന നല്ല കണ്ടുപിടുത്തങ്ങളാണ്. ഒരേ സാധനം, ഒരേ പുസ്തകം, ഒരേ കാര്യം വെച്ച് തന്നെയാണല്ലോ നല്ല കാര്യവും ചീത്ത കാര്യവും നമ്മൾ തിയറി ഉണ്ടാക്കാൻ പറ്റുക. കോടതിയിൽ വാദിക്കുന്ന അഭിഭാഷകൻ ഒരു പ്രതിയെ രക്ഷിക്കാൻ വാദിക്കുന്നതിനും നിയമത്തിന്റെ അംശങ്ങളാണ് ഉപയോഗിക്കുന്നത്, ശിക്ഷിക്കാനും വാദിക്കുന്നതാണ്. അതൊരു പ്രൊഫഷനാണ്. പക്ഷേ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിന് ഗുണകരമായി ഉപയോഗിക്കുകയും പരമാവധി ആളുകൾക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ പൊതുവെ ചെയ്യേണ്ടതാണ്. പ്രൊഫഷൻ എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട പ്രത്യേക കാര്യം ഉണ്ടാവും. ഞാൻ പറഞ്ഞത് ഏറ്റവും ഒടുവിലത്തെ കണ്ടുപിടുത്തങ്ങൾ പലതും ലോകത്ത് പലപ്പോഴും നന്മയ്ക്കല്ലാതെ തിന്മയ്ക്ക് ഉപയോഗിക്കപ്പെടുന്നത് നമ്മൾ കാണുന്നു. ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള MLA അധ്യക്ഷത വഹിച്ചു. ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച മത്സ്യബന്ധന മേഖലയായി കൊല്ലം മേഖലയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ കഴിഞ്ഞ വർഷം ദേശീയ തലത്തിൽ അവാർഡ് നേടുവാൻ നമ്മുടെ കൊല്ലം ഫിഷറീസ് മേഖലയ്ക്ക് സഹായിച്ചു. അതുപോലെ തന്നെ ഏറ്റവും മികച്ച സ്ഥാപനമായി മത്സ്യഫെഡിനെയും ഈ മികവാർന്ന അവാർഡ് ലഭിക്കുകയുണ്ടായി. അപ്പോൾ ഇങ്ങനെ മികവിൽ നിന്ന് മികവിലേക്ക് പോകുന്ന ഒരു പ്രസ്ഥാനമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നേരത്തെ പുതിയ പദ്ധതികളെക്കുറിച്ച് പറഞ്ഞു. കഴിഞ്ഞ 2 ബഡ്ജറ്റുകളുമായിട്ട് ബഹുമാനപ്പെട്ട ധനമന്ത്രി വളരെ നിർലോഭമായിട്ടുള്ള സഹകരണമാണ് മത്സ്യഫെഡിന് നൽകിയിരിക്കുന്നത്. ഈ മേഖലയിൽ ഒരു നെറ്റ് ഫാക്ടറി തുടങ്ങാൻ ആദ്യം 5 കോടി നൽകി. അപ്പോൾ അത് പോരാതെ വന്നപ്പോൾ വീണ്ടും ഒരു 5 കോടിയും കൂടെ നൽകി 10 കോടി രൂപയ്ക്ക് മുഴുവൻ പദ്ധതിയും പൂർത്തീകരിക്കുവാൻ വേണ്ടിയുള്ള ആവശ്യമുള്ള ഫണ്ട് നൽകിയുണ്ടായി. നീണ്ടകര ഹാർബറിലാണ് ആ ഒരു പദ്ധതി നടപ്പാക്കി വരുന്നത്. മത്സ്യഫെഡ് ചെയർമാൻ T മനോഹരൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രാജീവൻ, ജില്ലാ പഞ്ചായത്ത് അംഗം CP സുധീഷ് കുമാർ, മത്സ്യഫെഡ് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ G രാജദാസ്, സബീന സ്റ്റാൻലി, മാരിടൈം ബോർഡ് അംഗം H ബേസിലാൽ, മത്സ്യഫെഡ് മാനേജർ S അനിതകുമാരി, ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ രമേശ് ശശിധരൻ, ജോയി ആന്റണി, S സേതുലക്ഷ്മി, ഷേർലി ഹെൻറി തുടങ്ങിയവർ പങ്കെടുത്തു. മത്സ്യത്തൊഴിലാളികളുടെ ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, ചവറ.